തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഏതാനും ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ അല്പസമയം തകരാറിലായതൊഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഭൂരിഭാഗം ബൂത്തുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. പ്രമുഖരായ പലരും രാവിലെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി കെ രാജൻ അന്തിക്കാട് KGM സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. അമ്മയ്ക്കും സഹോദരനുമൊപ്പം വീട്ടിൽ നിന്ന് നടന്നാണ് അദ്ദേഹം ബൂത്തിലെത്തിയത്. രാവിലെ 7:30-യോടെ മുൻ മന്ത്രി VS സുനിൽകുമാർ വോട്ട് ചെയ്തു. കുടുംബത്തോടൊപ്പം മുറ്റിച്ചൂർ ALP സ്കൂളിൽ എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. CC മുകുന്ദൻ MLA അന്തിക്കാട് നോർത്ത് 3S NGS പ്രീ പ്രൈമറി സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ചേർപ്പ് ബ്ലോക്കിലെ ഏതാനും ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. പൂത്തറയ്ക്കൽ സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് 2 തവണ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ചേർപ്പ് 12-ാം വാർഡ് പനംകുളം DMLP സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും 15 മിനിറ്റിന് ശേഷം തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. വയോധികരും കിടപ്പ് രോഗിയും ഉൾപ്പെടെയുള്ള വോട്ടർമാരും ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ച കാഴ്ചയും ശ്രദ്ധേയമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ കുട്ടിയുടെ ഭാര്യ 70 വയസ്സുള്ള ബീവാത്തുമ്മ JBS സ്കൂളിലെ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. കിടപ്പ് രോഗിയായ ഇവരെ സ്ട്രക്ചറിലാണ് വോട്ട് ചെയ്യിക്കാൻ ബൂത്തിലെത്തിച്ചത്.